ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യന്തോൾ വഴിയിലാണ്. അയ്യന്തോൾ വഴിയിൽ കിടന്നു. ഞങ്ങൾ ബൈപ്പാസ് തിരിഞ്ഞു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അടാട്ടത്തൊരു വണ്ടി അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെങ്കിലേ ഇവിടെ ഭയങ്കര ഗട്ടറുകളുണ്ട്. അപ്പോൾ ഞാൻ ഗട്ടറുകൾ കണ്ടപ്പോൾ ആദ്യം മുതലേ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. എന്തൊരു ഭയങ്കര ഗട്ടറാണ്. പിന്നെ എനിക്കാണ് പിന്നെയും മനസ്സിലായത്, നമുക്ക് ജീവിതത്തിലെ ക്ഷമ കിട്ടുവാൻ നല്ലത് ഈ ഗട്ടറാണ്. എല്ലാവരും തിരക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മളെ ഗട്ടറിൽ കൂടി പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല ക്ഷമ കിട്ടുന്നുണ്ട്. പലരും വണ്ടികളിങ്ങനെ പാഞ്ഞു പോകുന്ന വണ്ടികളിൽ അപകടങ്ങൾ കാണുമ്പോൾ ഈ ഗട്ടറുകൾ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഗട്ടറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും നമുക്ക് നല്ലതിനാണ്. നമ്മൾ വിചാരിക്കും ഗട്ടറിൽ കാണുമ്പോൾ ഇതെല്ലാം നമുക്ക് ദോഷത്തിനാണെന്ന്, പക്ഷെ ഇത് നമുക്ക് നല്ലതിനാണ്. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു കല്ലമ്മക്കട കയറി, പക്ഷെ അത് നല്ലതിനാണ്. അപ്പോൾ പറയുന്ന പോലെ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്, അല്ലാതെ നമ്മൾ ശപിച്ചിട്ട് കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ക്ഷമ കൈവിടരുത്. ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ പ്രാവിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോഴും ക്ഷമ കൈവിടാതെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഇതുപോലുള്ള ഗട്ടറുകൾ വരുമ്പോൾ നമ്മൾ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനും അവരെ അതിനെ ഉത്ബോധിപ്പിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ശരിയാവും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഞാൻ തന്നെ വീണ്ടും സോളമൻ അടാട്ടാണ്. ഓക്കെ, താങ്ക് യു, നന്ദി.